നിങ്ങൾ വായിച്ചിട്ടുണ്ടോ ബിൽക്കീസ് ബാനുവിനെ? ആരായിരുന്നു ബിൽക്കീസ് ബാനു? ഗുജറാത്ത് വംശഹത്യയുടെ കാലത്ത് വേട്ടയാടപ്പെട്ടവളുടെ പേരാണ് ബിൽക്കീസ് ബാനു. ബിൽക്കീസ് ബാനുവിന്റെ കഥയുണ്ട്. മലയാള മനോരമയുടെ മാധ്യമപ്രവർത്തകനായ മനോരമയിൽ ഇപ്പോഴും ജോലി ചെയ്യുന്ന മോഹൻലാൽ ഉണ്ട്, കൃഷ്ണൻ മോഹൻലാൽ എഴുതിയ അനുഭവക്കുറിപ്പുണ്ട്. ഗുജറാത്ത് സന്ദർശിച്ചതിനു ശേഷം ലഭിക്കും ആ പുസ്തകം വായിക്കണം. ഹൃദയം നുറുങ്ങാതെ കണ്ണു നനയാതെ നിങ്ങൾക്കത് വായിച്ചു തീർക്കാനാകില്ല. ബിൽക്കീസ് ബാനു പറയുന്നുണ്ട്, ഗുജറാത്ത് വംശഹത്യക്കിടയിൽ എന്നെ അവർ ബലാത്സംഗം ചെയ്യുമ്പോൾ എന്നെ ബലാത്സംഗം ചെയ്യുന്ന ഓരോ മനുഷ്യന്റെയും പേരെനിക്കറിയാം. എന്റെ അയൽപക്കക്കാരായിരുന്നു, തലേന്നാൾ വരെ എന്നോടൊപ്പം സഹകരിച്ചവരായിരുന്നു, എന്റെ വീട്ടിൽ പാൽ വാങ്ങാൻ വരുന്നവരായിരുന്നു. എന്നെ അവർ ക്രൂരമായി ബലാത്സംഗം ചെയ്യുമ്പോൾ എന്റെ ശരീരത്തിലേക്ക് ഓരോ മനുഷ്യനും പതിക്കുമ്പോൾ മാറി അവർ എന്നെ ആസ്വദിക്കുമ്പോൾ വിങ്ങിപ്പൊട്ടി അലറി വിളിച്ചുകൊണ്ട് അവരുടെ പേരുകൾ ഞാൻ വിളിച്ചു പറഞ്ഞു, എന്നെ ഒന്ന് വെറുതെ വിടൂ, ഇനിയെങ്കിലും എന്നെ വെറുതെ വിടൂ. അവർ കാണുകയാണ് അവരുടെ കൺമുമ്പിൽ വെച്ച് അവരുടെ സഹോദരങ്ങളെ, അവരുടെ സുഹൃത്തുക്കളെ മുഴുവൻ പേരെയും ക്രൂരമായി കൊലപ്പെടുത്തി. അവിടെ ആ തെരുവിലിട്ട് വിജനതയിലിട്ട് തീ കൊളുത്തുന്നത് നേരിൽ കണ്ടു കിടക്കുകയാണ്. അപ്പോൾ അവരുടെ ശരീരത്തിൽ ഒരു തുണ്ട് വസ്ത്രമുണ്ടായിരുന്നില്ല. ബിൽക്കീസ് ബാനു പറയുന്നു, ഇന്നും ജീവിച്ചിരിക്കുന്നു ബിൽക്കീസ് ബാനു. ഞാൻ പറഞ്ഞത് നമുക്കരികിലായിരുന്നു. ഉണ്ണി, നിന്റെ വരവ് ഇങ്ങനെയായിരിക്കുമെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചിരുന്നില്ല. നെറ്റിയിൽ മാലാഖമാരുടെ ചുംബനവുമായി നീ വരുന്നത് ഞാൻ കിനാവ് കാണുമായിരുന്നു. നിനക്കായി ഞാനൊരു താരാട്ടു കരുതിയിരുന്നു. പെട്ടെന്നാണ് എല്ലാം അവസാനിച്ചത്. വാളും കുന്തവുമായവർ വന്നു, കൊടിയും തൃശൂലവുമായവർ വന്നു. അവരെന്റെ കൈകാലുകൾ കെട്ടിയിട്ടു, അടിവയർ നെടുകെ പിളർന്നു നിന്നയവർ പുറത്തേക്ക് വലിച്ചെടുക്കുമ്പോൾ നീ പൊക്കിൽ കൊടിയിൽ മുറുകെ പിടിച്ചിരുന്നുവോ? സച്ചിദാനന്ദന്റെ വരികളാണ്, വിട എന്ന കവിതയിലെ വരികളാണ്. കൗസർ ബാനു പൂർണ്ണ ഗർഭിണിയായിരുന്നു. അഹമ്മദാബാദിൽ നിന്നും 6.5 കിലോമീറ്ററുകൾക്കപ്പുറത്ത് നരോദ പട്ടിയയിലെ കൗസർ ബാനോ, പൂർണ്ണ ഗർഭിണിയായ കൗസർ ബാനോ, ഉണ്ണി, നിന്റെ വരവ് ഇങ്ങനെയായിരിക്കുമെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചിരുന്നില്ല. നെറ്റിയിൽ മാലാഖമാരുടെ ചുംബനമേറ്റുവാങ്ങി നീ പിറവി കൊള്ളുന്ന ദിവസത്തിനായി ഉമ്മ കാത്തിരിക്കുമ്പോഴാണ് സ്വപ്നങ്ങളുടെ ലോകത്തേക്ക് അവർ വന്നു കയറിയത്. കൊടിയും തൃശൂലവുമായി അവർ വന്നു. അവരെന്റെ കൈകാലുകൾ കെട്ടിയിട്ടു, അടിവയർന്നെടുകേ പിളർന്നു നിന്നയവർ പുറത്തേക്ക് വലിച്ചെടുക്കുമ്പോൾ നീ പൊക്കിൽക്കൊടിയിൽ മുറുകെ പിടിച്ചിരുന്നുവോ? പുഴയും നിലാവും കിനാ കണ്ടിരുന്ന കുഞ്ഞിക്കണ്ണുകൾ മെല്ലെ അടച്ചുവോ? ഇല്ല, ഇതുപോലൊരമ്മയും കുഞ്ഞിനെ ചിതയിലേക്ക് പെറ്റിട്ടുണ്ടാകില്ല. ഇതുപോലൊരു നിലവിളിയും ഉയരും മുമ്പേ ചാരമായിട്ടുണ്ടാകില്ല. നിന്നെ പിറക്കാൻ അയക്കാത്ത ലോകത്ത് എനിക്കും ഇനി പിറക്കണ്ട. ഇന്ത്യയിലെ അമ്മമാരെ, നിങ്ങൾ ഇനി പ്രസവിക്കുകയും വേണ്ട. ഒരു മനുഷ്യായുസിൽ ഒരു മനുഷ്യൻ ബീജമായി, ഒരു ഭ്രൂണമായി പരിവർത്തനത്തിന്റെ ദശയിലേക്ക് കടന്നു വന്ന മനുഷ്യനായി വരുന്നതിന് മുമ്പ് ഏറ്റവും സുരക്ഷിതൻ എവിടെയെന്ന് ചോദിച്ചാൽ അമ്മയുടെ ഗർഭപാത്രത്തിലാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ മതേതര ജനാധിപത്യ റിപ്പബ്ലിക് സെക്കുലറിസം എന്ന അടിവരയിട്ട് എഴുതി വെച്ച വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നാരംഭിക്കുന്ന ഇന്ത്യയുടെ ഭരണഘടനയ്ക്കു കീഴിൽ ആ സുരക്ഷിത കവചത്തിനകത്ത് വെച്ച് ക്രൂരമായി കൊല ചെയ്യപ്പെട്ടു. നോക്കൂ, വിവേചനത്തിന്റെ എത്രയോ കഥകൾ ഇന്ത്യയുടെ പരിസരങ്ങളിൽ കാണാൻ കഴിയും. എത്രയെത്ര വർഗീയ കലാപങ്ങൾ. നമ്മൾ ഗുജറാത്തിന്റെ വംശഹത്യയെ കുറിച്ച് സംസാരിക്കുന്നു. നമുക്ക് പേരെടുത്തറിയാവുന്ന എത്ര വംശഹത്യകളുണ്ട്, എത്ര വർഗീയ കലാപങ്ങളുണ്ട്. പക്ഷെ നിങ്ങൾ വെറുതെ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന സ്മാർട്ട് ഫോണിൽ കമ്മ്യൂണൽ റൈറ്റ്സ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞു വെറുതെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കൂ. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകൾ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോണിന്റെ സ്ക്രീനിൽ ഒരു വിരൽ വേഗത്തിൽ വന്നു വീഴും. എണ്ണിത്തീരില്ല. എത്രയേറെ വംശഹത്യകൾ, വർഗീയ കലാപങ്ങൾ. നോക്കൂ, ഈ രാജ്യം ഒരു സ്വാതന്ത്ര്യവും ജനാധിപത്യവും ഈ രാജ്യത്തിന്റെ പരമാധികാരവും മതേതരത്വവുമെല്ലാം CAA വിരുദ്ധ പ്രക്ഷോഭത്തിന് നമ്മൾ ഇറങ്ങുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ടത് ഈ രാജ്യത്ത് മനുഷ്യരായി ജീവിക്കാൻ, അഭിമാനത്തോടെ മതവിശ്വാസിയായി ജീവിക്കാൻ, ഈ രാജ്യത്ത് തൊഴിലെടുത്ത് ആ തൊഴിലിന്റെ അധ്വാന വിഹിതം കൊണ്ട് മാന്യമായി കടമില്ലാതെ ജീവിക്കാൻ, ജാതിയുടെ പേരിൽ വിവേചനം നേരിടാതെ ജീവിക്കാൻ ഒക്കെ ഇന്ത്യൻ ഭരണഘടന നൽകുന്ന അവകാശം എത്രയോ കാലങ്ങളായി എടുത്തു മാറ്റപ്പെട്ടിരിക്കുന്നു എന്ന് നമ്മൾ തിരിച്ചറിയണം. അങ്ങനെ ഒരു വലിയ സമരാന്തരീക്ഷം ഈ രാജ്യത്ത് ശക്തിപ്പെട്ടു വരികയാണ്. ചില ചിത്രങ്ങൾക്ക് സംസാരിക്കാൻ കഴിയും. അതിലൊരു ചിത്രമുണ്ട്. ചില ചിത്രങ്ങൾക്ക് പ്രഭാഷകനേക്കാൾ കൂടുതൽ വാചാലമാകാൻ കഴിയും.
2018 അത്തരമൊരു ചിത്രമേതെന്നാരെങ്കിലും ചോദിച്ചാൽ ഞാൻ പറയും 2019 ഒക്ടോബർ മാസം 2-ാം തീയതി 2019 ഒക്ടോബർ മാസം 2-ാം തീയതി ഡൽഹിയിലേക്ക് മാർച്ച് ചെയ്ത കർഷകരെ വേട്ടയാടുകയാണ്. പോലീസ് തോക്കു ചൂണ്ടി നിൽക്കുകയാണ്. ഒരു റിവോൾവർ ചൂണ്ടി ഒരു വൃദ്ധനായ കർഷകന് നേർക്ക് റിവോൾവർ ചൂണ്ടി നിൽക്കുകയാണ്. തിരിഞ്ഞോടുകയല്ല ആ ചിത്രത്തിലെ കർഷകൻ. നിന്ന നിപ്പിൽ കയ്യിൽ കിട്ടിയ ഒരു കല്ലെടുത്തു, പാറക്കഷണമെടുത്തു പോലീസിനു നേർക്ക് തോക്കു ചൂണ്ടി നിൽക്കുകയാണെന്ന് ഓർമ്മ വേണം. അടുത്ത നിമിഷം തനിക്കു നേരെ നിറയുഴയ്ക്കും. പക്ഷേ വൃദ്ധനായ കർഷകൻ അവിടെ നിന്ന് എറിയാൻ നിൽക്കാണ്. ഇന്ത്യയുടെ തലസ്ഥാന നഗരിയിൽ ഒരു ഗാന്ധി ജയന്തി ദിനം സമ്മാനിച്ച ഈ മനോഹരമായ ചിത്രമുണ്ടല്ലോ, ആ ചിത്രത്തിന്റെ ചുവട്ടിൽ ചരിത്രം കുറിച്ചിടുന്നത് ഇങ്ങനെയാണ്: തോക്കുകൾ തോറ്റുപോകുന്ന കാലമെന്നാണ്. ഇന്ന് നരേന്ദ്രമോദി തോക്കുകൾ കൊണ്ടാണ് നമ്മളോട് സംസാരിക്കാൻ വരുന്നത്. അദ്ദേഹം വാക്കുകൾ കൊണ്ട് സംസാരിക്കും നമ്മളോട്. അത് മൻ കി ബാത്ത് ആണ്. പക്ഷേ രാജ്യത്ത് ജനാധിപത്യ പോരാട്ടത്തോട് അദ്ദേഹം സംസാരിക്കുന്നത് വാക്കുകൾ കൊണ്ടല്ല, തോക്കുകൾ കൊണ്ടാണ്. ഇന്ത്യയിൽ BJP ഭരിക്കുന്ന സംസ്ഥാനത്തല്ലാതെ CAA വിരുദ്ധ പ്രക്ഷോഭത്തിന്റെ ഈ ഘട്ടത്തിൽ ഒരിടത്തും രക്തരൂക്ഷിതമായ കലാപങ്ങൾ ഉണ്ടാകുന്നില്ല, ആരും കൊല്ലപ്പെടുന്നില്ല. ഞാൻ പോയതാണ് തൊട്ടപ്പുറത്ത് മാംഗ്ലൂരുവിൽ കൊല്ലപ്പെട്ട 2 സാധാരണക്കാരായ മനുഷ്യർ. ആ ചെറുപ്പക്കാരുടെ വീടുകളിലേക്ക് ഞാൻ പോയി. ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് സഖാവ് PM മുഹമ്മദ് റിയാസിന്റെ നേതൃത്വത്തിലുള്ള ഡിവൈഎഫ്ഐയുടെ ഡെലിഗേഷൻ ഞങ്ങൾ കടന്നു ചെല്ലുമ്പോൾ, പ്രിയപ്പെട്ടവരെ, 2 കുടുംബം, അതിലൊരാൾ അവിവാഹിതനാണ്. ആദ്യം ഞങ്ങൾ കടന്നു ചെല്ലുന്ന കുടുംബം വെടിയേറ്റ് മരിച്ച ചെറുപ്പക്കാരന് 2 മക്കളാണ്, ഒന്നാണും ഒന്ന് പെണ്ണും. എന്തു ചെയ്യണമെന്നറിയാതെ ഉപ്പയെ കാണാതെ കാത്തു നിൽക്കുകയാണ് 2 മനുഷ്യർ അവിടെ. എന്തു ചെയ്യണമെന്നറിയില്ല, എന്തു തെറ്റു ചെയ്തു. ആ ചെറുപ്പക്കാരൻ വെടിയേറ്റ് വീഴുന്ന ദൃശ്യം ഞങ്ങളെ ആ വീഡിയോ ഫുട്ടേജ് കാണിച്ചു. എങ്ങനെയാ വെടിയേറ്റ് വീഴുന്നത്? അവൻ പ്രക്ഷോഭത്തിലൊന്നും പോയില്ല. പ്രശ്നം ഇങ്ങനെ രൂക്ഷമാകുമ്പോൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്നും ഇറങ്ങി വന്ന് ഈ റോഡിലേക്ക് എത്തി നിൽക്കാണ്. അത്രയുള്ളൂ. അത് കാണാം, വരുന്നത് കാണാം, നിൽക്കുന്നത് കാണാം, സംസാരിക്കുന്നുണ്ട് അതിനിടയിൽ ആരുമായിട്ടോ, നോക്കുന്നത് കാണാം, വെടിയേൽക്കുന്നത് കാണാം, വീഴുന്നത് കാണാം. അനാഥമായി ഈ രാജ്യത്ത് അനീതി നിയമമാകുന്നു. ഗുജറാത്തിൽ നടത്തിയ വംശഹത്യ നോക്കൂ, ഇന്ന് ഉത്തർപ്രദേശിലേക്ക് വിശ്വസിക്കുന്നു. 20-ലധികം മനുഷ്യർ ഇതുവരെ കൊല്ലപ്പെട്ടു എന്ന് പറയുന്നു. അപ്പോഴാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്, പ്രിയപ്പെട്ടവരെ, ഇന്നിതാ എനിക്കും നിങ്ങൾക്കും ഇവിടെ ഒരുമിച്ചിരിക്കാൻ, ഒരുമിച്ചിരുന്ന് വർത്തമാനം പറയാൻ, ഇവിടെ നമുക്ക് സംസാരിക്കാനും സാധിക്കുന്നുണ്ട് എങ്കിൽ ജനാധിപത്യത്തിന്റെ വസന്തം നിലനിൽക്കുന്ന ഒരിടം ഈ രാജ്യത്ത് അഭിമാനത്തോടെ വിവേചനങ്ങൾക്ക് പുറത്ത് മനുഷ്യരായി ഞങ്ങൾ ജീവിക്കുമെന്നൊരു തലമുറ വിളിച്ചു പറയുന്നുണ്ട് എങ്കിൽ അത് ഇവിടെ ഈ കേരളത്തിന്റെ ചുവന്നു തൊടുത്ത ഒരു പിടി മണ്ണിൽ പാദമൂന്നി നിന്നുകൊണ്ടാണെന്ന യാഥാർത്ഥ്യത്തിന്റെ നടുവിൽ നിന്നുകൊണ്ട് നമ്മൾ തിരിച്ചറിയണം. ഈ പ്രക്ഷോഭത്തിൽ നമ്മൾ മലയാളികൾക്ക്, കേരളത്തിന് ഒത്തിരി 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 കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. എന്താണ് CAA? എന്തുകൊണ്ട് CAA എതിർക്കുന്നു? പൗരത്വത്തിന് മതം മാനദണ്ഡമാകുന്നു. നിങ്ങൾ പൗരത്വത്തിന് മതം മാനദണ്ഡമാണെന്ന് പറയുമ്പോൾ നിങ്ങൾ തിരിച്ചറിയണം, ഞാൻ ആദ്യം പറഞ്ഞിടത്തേക്ക് മടങ്ങി പോകുന്നു. ഏറെക്കാലമായ ഇന്ത്യയിൽ മതം പലതിനും മാനദണ്ഡമാക്കി കഴിഞ്ഞിരിക്കുന്നു. ഏത്? അദൃശ്യമായി പലതിനും. നിയമനിർമ്മാണത്തിലേക്ക് പിന്നെയാണ് വരുന്നത്. ഞാനതിന്റെ ഒരു ഉദാഹരണം പറയാം. മാംഗ്ലൂരുവിൽ മാധ്യമപ്രവർത്തകർ പിടിയിലായി. അറസ്റ്റിലായ മാധ്യമപ്രവർത്തകരെ ചോദ്യം ചെയ്ത മാംഗ്ലൂരു പോലീസ് അന്തം വിട്ട് ചോദിച്ചു, ക്യാമറാമാൻ ഹിന്ദു, റിപ്പോർട്ടർ മുസ്ലിം. ചോദിച്ചു, ഒരു മുസ്ലിമും ഒരു ഹിന്ദുവും ഒരുമിച്ച് സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയോ? We the people of India having solemnly resolved to constitute India into a sovereign, socialist, secular, democratic republic. ഇന്ത്യക്ക് ഔദ്യോഗികമായ മതമില്ലെന്ന് വളരെ കൃത്യമായി അടിവരയിട്ട് പ്രഖ്യാപിക്കുന്ന ഇന്ത്യൻ ഭരണഘടന നിത്യജീവിതത്തിലോ സൗഹൃദത്തിലോ ബന്ധങ്ങളിലോ നിയമത്തിന്റെ മുമ്പിലോ ഭരണകർത്താവിന്റെ മുമ്പിലോ പൗരത്വം നിശ്ചയിക്കുമ്പോഴോ
മതം ഒരു മാനദണ്ഡമാവുകയേ ചെയ്യരുത്. ആ ഇന്ത്യയിൽ മാംഗ്ലൂരുകാരന്റെ കർണാടകക്കാരന്റെ നിത്യജീവിതത്തിൽ ഹിന്ദുവും മുസൽമാനും ഒരുമിച്ച് ജോലി ചെയ്യുന്നത് പോലും അയഥാർത്ഥ്യമായി അവിശ്വസനീയമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഉള്ളിന്ന് വന്നതാണ് പോലീസുകാരന്റെ ഹിന്ദുവും മുസ്ലിമും കൂടെ ഒരുമിച്ച് ജോലി ചെയ്യുകയോ? അപ്പോഴാണ് മലയാളികൾ അഭിമാനത്തോടെ ഇന്ത്യയോട് പറയുന്നത്, ജാതിഭേദം മതദ്വേഷമില്ലാതെ ഇതാ ഇപ്പോഴും ശ്രീനാരായണ ഗുരുവിന്റെ നാട്ടിൽ, വക്കം മൗലവിയുടെ നാട്ടിൽ, വാഗ്ഭടാനന്ദന്റെ നാട്ടിൽ, EMSന്റെ നാട്ടിൽ, AKGയുടെ നാട്ടിൽ, ഈ കേരളത്തിന്റെ മണ്ണിൽ ഹിന്ദുവും മുസൽമാനും വിവേചനങ്ങളില്ലാതെ ഒരൊറ്റ മനസ്സോടെ ഇപ്പോഴും കഴിയുന്നു. അതാണ് കേരളത്തിന് ഒരുപാട് ചെയ്യാനുണ്ടെന്ന് ഞാൻ പറഞ്ഞത്. ഹിന്ദുവും മുസൽമാനും ഒരുമിച്ച് നിന്ന് നേടിയെടുത്ത പൈതൃകം ഇന്നിന്റെ പൈതൃകമല്ല, ഒത്തിരി കാലങ്ങൾക്ക് മുമ്പുള്ള പൈതൃകമാണ്. ഞാനൊരു കഥ പറയട്ടെ നിങ്ങളോട്. നിങ്ങൾക്കറിയാവുന്ന ഒരു വക്കം അബ്ദുൽ ഖാദർ ഉണ്ട്. അത് പത്രപ്രവർത്തകനായ വക്കം അബ്ദുൽ ഖാദറാണ്. എന്നാൽ വേറൊരു അബ്ദുൽ ഖാദർ ഉണ്ട്, ചരിത്രത്തിൽ അധികം അടയാളപ്പെടുത്താതെ പോയ ഒരു അബ്ദുൽ ഖാദർ, INA ഹീറോ വക്കം അബ്ദുൽ ഖാദർ. ഇന്നലത്തെ ദിവസം നേതാജി സുഭാഷ് ചന്ദ്രബോസിനെ അനുസ്മരിച്ചുവെങ്കിൽ സുഭാഷ് ചന്ദ്രബോസിന്റെ INAയിൽ അംഗമാവുകയും ഇന്ത്യയിൽ ബ്രിട്ടീഷ് വിരുദ്ധ കലാപത്തിന് പുറപ്പെടുകയും ചെയ്തു പിടിയിലായി ഒടുവിൽ മദ്രാസിലെ സെൻട്രൽ ജയിലിൽ തൂക്കിലേറ്റപ്പെട്ട വക്കം അബ്ദുൽ ഖാദർ തൂക്കിലേറ്റപ്പെടുന്നതിന്റെ തലേ ദിവസം വക്കത്തെ തൊട്ടപ്പുറത്തെ തിരുവനന്തപുരത്തുകാരനാണ്, നമ്മുടെ നാട്ടുകാരനാണ്, വാപ്പാക്ക് എഴുതുകയാണ് ഒരു കത്ത്. മുസ്ലിങ്ങൾ പുണ്യമാസമായി കരുതുന്ന റമദാൻ മാസത്തിലാണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, തെറ്റാണെങ്കിൽ ക്ഷമിക്കുക, 27-ാം രാവിനാണ് തൂക്കിലേറ്റപ്പെടുന്നത് എന്ന് ഞാൻ കരുതുന്നു. തെറ്റാണെങ്കിൽ ക്ഷമിക്കുക. ആ പുസ്തകം ഇപ്പോഴുമുണ്ട്, ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പുസ്തകം. ഞാനിതിലേക്ക് വരാം. തികഞ്ഞ വിശ്വാസിയായിരുന്നു വക്കം അബ്ദുൽ ഖാദർ. കൊലക്കയറിയിലേക്ക് പോകുന്ന രാത്രിയിൽ വാപ്പാക്കൊരു കത്ത് എഴുതുന്നു. അത് വായിക്കണം. ആ കത്ത് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പുറത്തിറക്കിയ ഒരു പുസ്തകമുണ്ട്, വക്കം അബ്ദുൽ ഖാദർ INA ഹീറോ. ആ കത്ത് അതുപോലെയുണ്ട് അദ്ദേഹത്തിന്റെ കൈപ്പടയിൽ. നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. കത്തിങ്ങനെ എഴുതാണ്, വാപ്പാ ഇതാ മരിക്കുകയാണ് വാപ്പായുടെ മകൻ. വാപ്പ ഈ കത്തെന്ന് കയ്യിൽ കിട്ടുമെന്ന് എനിക്കറിയില്ല, എന്നെങ്കിലും ഒരിക്കൽ ഈ കത്ത് കിട്ടുമോ എന്നും എനിക്കറിയില്ല. പക്ഷെ വാപ്പ വിഷമിക്കരുത്, വാപ്പയുടെ മകൻ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിലാണ് രക്തസാക്ഷിയാവുന്നത്. തൊട്ടപ്പുറത്ത് എനിക്ക് വേണ്ടി കൊലക്കയർ ഒരുങ്ങിയിരിക്കുന്നു വാപ്പ. ഞാനിതാ പോകാൻ പോവുകയാണ്. ഇതാ ജയിലിലെ ക്ലോക്കിൽ മണി 12 അടിച്ചു. വാപ്പായുടെ മകൻ മരിക്കുന്ന ദിവസത്തിന്റെ തുടക്കമാണ് വാപ്പ. ഇത് അതിവൈകാരികമാണ്. ഒരു മകൻ വാപ്പായോട് പറയുകയാണ് മരണത്തെക്കുറിച്ച്, മരണത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് സംസാരിക്കുകയാണ്. ഒടുവിൽ ഇങ്ങനെ എഴുതുകയാണ്. ആ കത്ത് അവസാനിക്കുമ്പോൾ വാപ്പ നോക്കൂ, എഴുതി തീരുന്നില്ല. എഴുതിയിട്ടും എനിക്ക് സംസാരിച്ചു തീരുന്നില്ല. എന്റെ പേനയുടെ മഷി തീരുന്നു. ഞാൻ പെൻസിൽ എടുക്കട്ടെ, ഇനി പെൻസിൽ കൊണ്ട് എഴുതട്ടെ. ഇങ്ങനെ ദീർഘമായ കത്താണ്. വാപ്പ ദേ കാലൊച്ച കേൾക്കുന്നു. ജയിലർ വരികയാണ്. എഴുതിയിരുന്ന് സമയം പോയത് അറിഞ്ഞല്ലോ വാപ്പ. കൊലക്കയറിലേക്ക് പോകാൻ നേരമായി. ഇനി എഴുതാനില്ല, ഞാൻ അവസാനിപ്പിക്കട്ടെ. കത്ത് അവസാനിപ്പിച്ചു. കൊലക്കയറിലേക്കാണ് നടന്നു പോയത്. ആ കത്ത് അദ്ദേഹത്തിന്റെ കൈപ്പടയിൽ നമുക്ക് വായിക്കാൻ കഴിയും. അത്ഭുതപ്പെട്ടു പോകും നമ്മൾ, അത്ഭുതപ്പെട്ടു പോകും. കത്തിന്റെ ഒടുവിലത്തെ വരിയിൽ പോലും ഒരു വളവ് കാണാനാകില്ല. മനസ്സത്രത്തോളം ദൃഢമായിരുന്നുവെന്നാണ്. കൈ വിറച്ചില്ല, ഒരിഞ്ച് പോലും വിറച്ചിട്ടില്ല. ഒരക്ഷരത്തെറ്റ് നിങ്ങൾക്ക് കാണാനാകില്ല. അവിശ്വസനീയമാണ് ആ കത്ത്. അത്രയേറെ ധീരനായിരുന്നു. ഞാൻ പറഞ്ഞു വരുന്നത് വക്കം അബ്ദുൽ ഖാദറിനെ കൊലക്കയറിന്റെ മുമ്പിൽ കൊണ്ടു നിർത്തി 4 പേരെയാണ് തൂക്കിലേറ്റുന്നത്. 4 പേർ. ഒന്ന് ഫൗജാ സിംഗ്, 2 ബർദാൻ, 3-മത്തെയാൾ വക്കം അബ്ദുൽ ഖാദർ, 4-മത്തെയാൾ അനന്തൻ നായർ എന്ന തലശ്ശേരി സ്വദേശിയായ മലയാളി. 4ഉം നല്ല 1-ാം തരം ചെറുപ്പക്കാർ. പ്രണയവും പൂക്കളും ശബളമോഹങ്ങളും നിറമുള്ള കനവുമെല്ലാം ഉണ്ടായിരുന്ന യൗവനത്തിന്റെ നട്ടുച്ചയിൽ വസന്തത്തിൽ ഇതാ 4 ചെറുപ്പം കൊലക്കയറിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ചെന്ന് നിൽക്കുകയാണ്. ഒരേ സമയം 2 പേരെയാണ് തൂക്കിലേറ്റുന്നത്. ലിസ്റ്റ് എഴുതി വായിച്ച ഉദ്യോഗസ്ഥൻ അറിയിച്ചു, ഫൗജാ സിംഗിനെയും അനന്തൻ നായരെയും ഒരുമിച്ച് തൂക്കിലേറ്റും, ബർദാനെയും വക്കം അബ്ദുൽ ഖാദറിനെയും ഒരുമിച്ച് തൂക്കിലേറ്റും.
കൊലക്കയറിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ജീവിതത്തിൽ ആദ്യമായി ബ്രിട്ടീഷുകാരനോട് ഒരു കാര്യം ആവശ്യപ്പെട്ടു. വക്കം അബ്ദുൽ ഖാദർ എന്ന ധീരനായ വിപ്ലവകാരി, എന്നെയും അനന്തൻ നായരെയും ഒരുമിച്ച് തൂക്കിലേറ്റണം. ബ്രിട്ടീഷുകാർ ചോദിച്ചു, എന്തിനാ? അതിൻ്റെ മുമ്പിലൊരു മറുപടിയുണ്ട്. മാംഗ്ലൂരുവിലെ പോലീസുകാരൻ ചോദിച്ചില്ലേ, ഒരു മുസ്ലിമും ഒരു ഹിന്ദുവും ഒരുമിച്ച് അങ്ങനെ ജോലി ചെയ്യുന്നുവെന്ന്. വക്കം അബ്ദുൽ ഖാദർ കൊലക്കേറിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് പറഞ്ഞു, ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന കലിമത്ത് തൗഹീദിൽ വിശ്വസിക്കുന്ന മുസൽമാൻ. എന്റെ പ്രിയപ്പെട്ട ചങ്ങാതി അനന്തൻ നായർ, ഹിന്ദു, പരിശുദ്ധ ഹിന്ദു, നിങ്ങൾക്കെതിരായ പോരാട്ടത്തിൽ ഇതാ കൊലക്കേറിൽ ഒരു ഹിന്ദുവും മുസൽമാനും ഒരുമിച്ചു തലനീട്ടി തന്നുവെന്ന് നാളെയുടെ മക്കൾ വായിക്കണം, നാളെയുടെ തലമുറ വായിക്കണം. തൂക്കിലേറ്റു സാർ, എന്നെയും അനന്തൻ നായർ എന്ന ചങ്ങാതിയെയും തൂക്കിലേറ്റു. ബ്രിട്ടീഷുകാർ തിരുത്തി എഴുതി ലിസ്റ്റ്. മദ്രാസിലെ സെൻട്രൽ ജയിലിൽ ഒരു വെളുപ്പാൻ കാലത്ത് ലോകം ഉണരുന്നതിന് മുൻപ് 2 ചെറുപ്പക്കാർ തൂങ്ങിയാടി. ഒരാളുടെ പേര് അനന്തൻ നായർ എന്ന തലശ്ശേരിക്കാരൻ, രണ്ടാമത്തെ ആളുടെ പേര് തൊട്ടപ്പുറത്തെ തീരദേശ ഗ്രാമമായ വക്കത്തെ ഒരു ചെറുപ്പക്കാരൻ അബ്ദുൽ ഖാദർ. ഫൗജാസിനെയും ബർദാനെയും വേറെ തൂക്കിലേറ്റി. ആ കൊലക്കയറിയിലേക്ക് മരിക്കാൻ പോകുമ്പോഴേ ഹിന്ദുവും മുസൽമാനും ഒരുമിച്ച് ഇതിനെതിരെ മരിക്കും. ആ മതേതരത്വത്തിന്റെ ഊഷ്മളമായ പൈതൃകം കിടക്കുന്നത് അവിടെയാണ്. ഞാനും നിങ്ങളും ചവിട്ടി നിൽക്കുന്ന മണ്ണിന്റെ അടരുകൾക്കിടയിൽ വീണ്ടും വീണ്ടും അടി. അതിനടിയിൽ ഉറങ്ങിക്കിടക്കുന്ന ചരിത്രം. നിങ്ങൾ ചവിട്ടി നിൽക്കുന്ന മണ്ണൊന്ന് തട്ടി നോക്കൂ. അതിനിടയിൽ ഉണ്ട് സ്നേഹത്തിന്റെ, മതേതരത്വത്തിന്റെ, ഒരുമിച്ചു നിന്ന് പടുത്തുയർത്തിയതിന്റെ മനോജ്ഞമായ ഭൂതകാലമുണ്ട്. ആ ഭൂതകാലത്തിന്റെ മുകളിലാണ് ഞാനും നിങ്ങളും ഇന്ന് ചവിട്ടി നിൽക്കുന്നത്. അതിന്റെ മുകളിലാണ് 1947 ഓഗസ്റ്റ് മാസം 15 സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ അപ്പുറത്തൊരു മതരാഷ്ട്രം പിറവിയെടുത്തു. ഇവിടെ എന്റെയും നിങ്ങളുടെയും മതേതര രാഷ്ട്രവും പിറവിയെടുത്തു. അപ്പുറത്തേത് മതം ഔദ്യോഗികമായി പ്രഖ്യാപിച്ച ഇസ്ലാം മതത്തിൽ അടിസ്ഥാനമായ ഒരു ഇസ്ലാമിക് റിപ്പബ്ലിക് അപ്പുറത്ത് പണിതുയർത്തിയപ്പോൾ ഇവിടെ ഒരു മതേതര റിപ്പബ്ലിക്. ചോദ്യമുണ്ടായിരുന്നു, അവിടെ പോകണമോ? ഇഷ്ടമുള്ളവർക്ക് തിരഞ്ഞെടുക്കാമായിരുന്നു. ഞങ്ങൾ അവിടേക്കല്ല. ഞങ്ങൾ തിരഞ്ഞെടുക്കുന്നത് മതരാഷ്ട്രമായ പാകിസ്ഥാനല്ല. ഞങ്ങൾ തിരഞ്ഞെടുക്കുന്നത് മതേതര രാഷ്ട്രമായ ഇന്ത്യയാണ്. വക്കം അബ്ദുൽ ഖാദറും അതോടൊപ്പം തന്നെ അനന്തൻ നായരും ഒരുമിച്ച് തൂക്കിലേറ്റപ്പെട്ട, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ ഹിന്ദുവും മുസൽമാനുമെല്ലാം ഒരുമിച്ച് തൂക്കിലേറ്റപ്പെട്ട, ഓർമ്മയില്ലേ നിങ്ങൾക്ക് ജനറൽ ഡയറിനെ കൊല്ലാൻ പോയ ഉദ്ധം സിംഗിന്റെ കഥ? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണക്കാരനായ ജനറൽ ഡയറിനെ ഇവിടെ നിന്ന് നാടുകടത്തി. ജീവനിൽ ഭയന്നിട്ട സാഹിബിനെ ബ്രിട്ടനിലേക്ക് കൊണ്ടുപോയി. ഒരു കൊച്ചു പയ്യൻ ഒരു റിവോൾവർ എടുത്ത് സൂക്ഷിച്ച് ആ കള്ള റിവോൾവറും കള്ളവണ്ടിയിൽ യാത്ര ചെയ്തു. കരുനാഗപ്പള്ളിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്കല്ല, മറിച്ച് ഇന്ത്യയിൽ നിന്ന് ബ്രിട്ടനിലേക്ക് കാലമേതെന്ന് ഓർമ്മ വേണം. എല്ലാ സുരക്ഷാ കവചങ്ങളുടെയും നടുവിൽ വെച്ച് ബ്രിട്ടനിലെ ഒരു വീതിയിൽ ജനറൽ ഡയറിനെ മുഖാമുഖം കണ്ടൊരു തപസ, ഒരു നേർച്ച പൂർത്തിയാക്കിയതുപോലെ ഇതാ നിശ്ചയിച്ചുറപ്പിച്ച ആ കൃത്യം നിർവഹിച്ചു. ജനറൽ ഡയറിന്റെ നേർക്ക് നിറയൊഴിച്ചു. ജനറൽ ഡയർ പിടഞ്ഞു മരിച്ചു. ചെറുപ്പക്കാരനോടിയില്ല. പിടിക്കപ്പെട്ട ചെറുപ്പക്കാരൻ ബ്രിട്ടീഷ് കോടതിയുടെ മുമ്പിൽ ഹാജരാക്കപ്പെട്ടു. ചോദിച്ചു, നിന്റെ പേരെന്ത്? അവിടെ നിന്നുകൊണ്ട് ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, നിന്റെ പേര് ഉദ്ധം സിംഗ് എന്നല്ലേ? അല്ല, എന്റെ പേര്, എന്നെ നിങ്ങൾ തൂക്കിലേറ്റു, അല്ലെങ്കിൽ നിറയൊഴിച്ചു കൊല്ലൂ. നിങ്ങൾ എന്നെ നിറയൊഴിച്ചു കൊല്ലൂ. ഞാൻ വന്നത് മരിക്കാൻ തന്നെയാണ്, ഡയറിനെ കൊന്നിട്ട് മരിക്കാൻ. നിങ്ങളുടെ മുമ്പിൽ നിൽക്കുകയാണ്. പക്ഷെ ഒരാഗ്രഹമേ ഞാൻ പറയുന്നുള്ളൂ, എന്റെ പേര് രേഖകളിൽ ഉദ്ധം സിംഗ് എന്നല്ല വെക്കേണ്ടത്, മറിച്ച് റാം മുഹമ്മദ് സിംഗ് ആസാദ് എന്ന് വെക്കണം. ചോദിച്ചു, എന്തിനാ? ഞാൻ വന്നത് ജാലിയൻ വാലാബാഗിന് പകരം വിട്ടാനാണ്. ജാലിയൻ വാലാബാഗിലെ മുൾമൈതാനത്തിൽ പൂന്തോട്ടത്തിൽ പിടഞ്ഞു മരിച്ചവരിൽ ഹിന്ദുവുണ്ട്, മുസ്ലിമുണ്ട്, ക്രിസ്ത്യനുണ്ട്, സിഖുണ്ട്. ആ മനുഷ്യർക്കെല്ലാവർക്കും വേണ്ടി ജനറൽ ഡയറിനെ ഞാൻ കൊന്ന്, ഞാനിതാ കൊലക്കയറേറ്റ് വാങ്ങുമ്പോൾ, മരണമേറ്റ് വാങ്ങുമ്പോൾ എന്റെ പേരെഴുതി വെക്കേണ്ടത് ഉദ്ധം സിംഗ് എന്നല്ല, മറിച്ച് റാം മുഹമ്മദ് സിംഗ് ആസാദ് എന്നാണ്. ഇന്നും ബ്രിട്ടീഷ് രേഖകൾ പരിശോധിച്ചാൽ കാണാനാകും.
പ്രക്ഷുഭിതമായ ഇന്ത്യൻ ചരിത്രത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് റാം മുഹമ്മദ് സിംഗ് ആസാദ്. ആ പൈതൃകത്തിന്റെ നെഞ്ചിൽ വെച്ചാണ് ഇന്ത്യയുടെ വിഖ്യാതമായ ഭരണഘടന പിറവിയെടുക്കുന്നത്. ഇന്ത്യ എന്ന ലോകത്തിലെ ഏറ്റവും വലിയ സെക്കുലർ റിപ്പബ്ലിക് പിറവിയെടുക്കുന്നത്. ചരിത്ര പുസ്തകത്തിൽ നമ്മളെ പഠിപ്പിച്ചു പ്ലൂറലിസം, ബഹുസ്വരത, വ്യത്യസ്തതകൾ. ആ വ്യത്യസ്തതകളെയാകെ ജാലിയൻ വാലാബാഗിൽ നിന്നും എടുത്ത ഒരു പെട്ടി മണ്ണ് എത്രത്തോളം മനുഷ്യ രക്തം കൊണ്ട് പകരമായിരുന്നു, അതിലേതെല്ലാം ഏതെല്ലാം മതങ്ങളുടെ നിറങ്ങൾ കൊണ്ട് വ്യത്യസ്തമായിരുന്നു എന്നതുപോൽ വ്യത്യസ്തതകൾ, ബഹുസ്വരത, പ്ലൂറലിസം. ആ ബഹുസ്വരതയെ ഒരൊറ്റ കുടക്കീഴിൽ നാനാത്വത്തിൽ ഏകത്വം ഇതാ രേഖപ്പെടുത്തി വെക്കുന്നു ഇന്ത്യ. അതാണ് എന്റെ ഇന്ത്യ, അതാണ് നമ്മുടെ ഇന്ത്യ, അതാണ് നമ്മുടെ ഇന്ത്യ. എന്താണ് സെക്കുലറിസം എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഒരൊറ്റ അർത്ഥമേ ഉള്ളൂ അതിന്. ഇന്ത്യക്കൊരു ഔദ്യോഗിക മതമില്ല, അതാണ് അതിന്റെ അർത്ഥം. നിനക്ക് നിന്റെ മതം, എനിക്ക് എന്റെ മതം. ഒരു മതത്തിലും വിശ്വസിക്കാതിരിക്കുന്നവർക്ക് അത് വിശ്വസിക്കണ്ട. ഒന്നിലും നിർബന്ധമില്ല. നീ ഇന്ന മതക്കാരനായതുകൊണ്ട് നിനക്ക് പ്രത്യേക പരിഗണനയില്ല, നീ ഇന്ന മതക്കാരനായതുകൊണ്ട് നീ രണ്ടാം പൗരനാവുകയുമില്ല. ഇതാ RSS തീരുമാനിക്കുന്നു, പൗരത്വം നൽകുന്നു. ഞങ്ങൾ ചോദിക്കുന്നു, മതത്തിനാണോ മനുഷ്യനാണോ പൗരത്വം കൊടുക്കേണ്ടത്? ഇതാണ് പ്രസക്തമാകുന്ന ചോദ്യം. ഇന്ത്യയിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് ഇന്ത്യൻ പൗരത്വത്തിന് അവകാശമുള്ളപ്പോൾ അവർ ഇന്ത്യയിൽ ജനിച്ച മനുഷ്യർക്കല്ല, ഇന്ത്യയിൽ ജീവിക്കുന്ന മനുഷ്യർക്കല്ല, മറിച്ച് ഇന്ത്യയിൽ ജീവിക്കുന്ന മതങ്ങൾക്ക്, ഇന്ത്യയിലേക്ക് വരുന്ന മതങ്ങൾക്കും പൗരത്വം കൊടുക്കുന്നു. പൗരത്വത്തിന് മതം മാനദണ്ഡമാകുന്നു. അതിന്റെ അർത്ഥം സെക്കുലർ റിപ്പബ്ലിക് മരിക്കുന്നു, മറിച്ച് ഹിന്ദു രാഷ്ട്ര RSS വിഭാവനം ചെയ്ത മതരാഷ്ട്രത്തിന്റെ ശിലാന്യാസം നടക്കുന്നു. ഇതാണ് സിഎക്കെതിരായ കലാപം. എന്താണ് സിഎ? 6 മതങ്ങൾ, 3 രാജ്യങ്ങൾ, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ് തുടങ്ങിയ 3 രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്ന് താമസിക്കുന്ന, രേഖകളില്ലാതെ താമസിക്കുന്ന 6 മതത്തിൽപ്പെട്ടവർക്ക് പൗരത്വം കൊടുക്കും. ഒരു മതത്തിന് പൗരത്വമില്ല. ലളിതമാണ് കാര്യം. പാകിസ്ഥാനിൽ നിന്നൊരു അഹമ്മദിയ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടയാളും ഒരു ഹിന്ദുവും ഒരേ ദിവസം ഇന്ത്യയിലേക്ക് വന്ന് കുടിയേറി താമസിക്കുന്നുണ്ട് എങ്കിൽ അതിൽ ഒരാൾക്ക് പൗരത്വവും മറ്റേയാൾക്ക് തടങ്കൽ പാളയവും കിട്ടും. മുസൽമാനു തടങ്കൽ പാളയം. മതത്തിന് പൗരത്വം കൊടുക്കുന്നു, മതത്തിന് പൗരത്വം കൊടുക്കുന്നു, മനുഷ്യനല്ല പൗരത്വം കൊടുക്കുന്നത്. അതിന്റെ അർത്ഥം ഇന്ത്യ മതരാഷ്ട്രമാകുന്നുവെന്നാണ്. ഇന്ത്യ മറ്റൊരു പാകിസ്ഥാനാകുന്നുവെന്നാണ്. പാകിസ്ഥാൻ മതരാഷ്ട്രമാണ്. ഇന്ത്യ ബംഗ്ലാദേശ് ആകുന്നുവെന്നാണ്. ഇന്ത്യ ഇസ്രായേലാകുന്നുവെന്നാണ്. RSSന്റെ നേതാക്കൾ പറയുന്നു, ലോകത്തെവിടെയും ഹിന്ദുക്കൾക്ക് പോകാൻ പറ്റും രാജ്യങ്ങളില്ല. അതുകൊണ്ട് ഏത് രാജ്യത്തിലും പെട്ടവർക്ക് ഇവിടേക്ക് വരാം. ഇങ്ങനെ പറയുന്ന ഒരു രാജ്യമേ ലോകത്തുള്ളൂ. ആ രാജ്യത്തിന്റെ പേര് ഇസ്രായേൽ എന്നാണ്. തിയോഡർ ഹസ്രാൽ എന്ന് പറയുന്ന ഒരാളാണ്. തിയോഡർ ഹസ്രാൽ. ഞാൻ അതിന്റെ ചരിത്രത്തിലേക്ക് പോകുന്നില്ല. പല ഈ സയനിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ മൂവ്മെന്റിന്റെ തുടക്കം. ലോകമാകെ കിടക്കുന്ന സയനിസ്റ്റുകളെ, ജൂത വിഭാഗത്തിൽപ്പെട്ടവരെ ഒരു കുടക്കീഴിൽ ഒരു ഭൂപ്രദേശത്തേക്ക് കൊണ്ടുവരിക, അതാണ് സയനിസ്റ്റ് മൂവ്മെന്റ്. ആ സയനിസ്റ്റ് മൂവ്മെന്റ് ഇന്ന് പറയുന്നു, അതെങ്ങനെയാണോ പറഞ്ഞത് അതുപോലെ പറയുകയാണ്. മഹാത്മാഗാന്ധി സ്വാതന്ത്ര്യം നേടിത്തരുമ്പോൾ, ഇന്ത്യയുടെ സമരസേനാനികൾ സ്വാതന്ത്ര്യം നേടിത്തരുമ്പോൾ, കൊലക്കേറിന്റെ മുമ്പിൽ നിന്ന് പോലും ഇൻകുലാബ് ഉറക്കം വിളിച്ചു സമരഭൂമികയിൽ വിപ്ലവം സൃഷ്ടിച്ച ഭഗത് സിംഗും രാജ്ഗുരുവും സുഖദേവും നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തരുമ്പോൾ അവർ നേടിത്തന്നത് ഒരു ഇസ്രായേൽ പണിതുയർത്താനല്ല, ഒരു പാകിസ്ഥാൻ പണിതുയർത്താനല്ല, ഒരു മതേതര ഇന്ത്യക്ക് വേണ്ടിയാണ് അവർ രക്തമൊഴുകിയത്. എങ്കിൽ ഇന്നത്തെ മതേതര ഇന്ത്യയെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കാൻ ഇന്ത്യയിലെ മുഴുവൻ മനുഷ്യർക്കും ബാധ്യതയുണ്ട്. ഞാൻ അടിവരയിടുന്നു, മുഴുവൻ മനുഷ്യർക്കും ബാധ്യതയുണ്ട്. RSSന്റെ കണക്ക് കൂട്ടൽ പിഴയ്ക്കുന്നത് അവിടെയാണ്. RSS കരുതി ഇതൊരു വെള്ളിയാഴ്ച സമരമായി അവസാനിക്കും. ഇത് കുറച്ച് മുസ്ലിങ്ങൾ മാത്രം. അതിനുവേണ്ടി കരുതി വെച്ചിരുന്ന വാചകമായിരുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറഞ്ഞത്, വേഷം കണ്ടാൽ തിരിച്ചറിയും. വേഷം കണ്ടാൽ തിരിച്ചറിയും. തങ്ങളെ തല്ലിയ പോലീസുകാർക്കെതിരെ പ്രതിഷേധവുമായി ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികൾ വന്നത് കയ്യിൽ ചെമ്പനു തീർപ്പൂക്കളും കരുതിക്കൊണ്ടായിരുന്നു. ചെമ്പനു തീർപ്പൂക്കൾ വെച്ചു നീട്ടി
ദില്ലി പോലീസ് ബാത് കരോ എന്ന് താളാത്മകമായി മുദ്രാവാക്യം വിളിച്ചു നിൽക്കുന്ന പെൺകുട്ടികളെ നമ്മൾ കണ്ടു. അതിൽ ബീഹാറുകാരിയായ ഒരു പെൺകുട്ടിയുടെ കയ്യിൽ കരുതിയിരുന്ന പ്ലക്കാർഡ് ഇങ്ങനെ രേഖപ്പെടുത്തുന്നു: പപ്പ കരുതുന്നു ഞാൻ ക്ലാസ് മുറിയിലിരുന്ന് ചരിത്രം പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ്. പക്ഷെ പപ്പ അറിയുന്നില്ലല്ലോ ഞാൻ ചരിത്രം സൃഷ്ടിക്കുന്ന തിരക്കിലാണെന്ന്. ആ വിദ്യാർത്ഥിനി വൈറലായി. ആ വിദ്യാർത്ഥിനി തരംഗമായപ്പോൾ ആ വിദ്യാർത്ഥിനിയുടെ അരികിലേക്ക് മാധ്യമങ്ങൾ പോയി. അവൾ വെളിപ്പെടുത്തി, ഞാൻ ബീഹാറുകാരി, പേര് മുസ്ലിമല്ല, ഹിന്ദു. അവൾ പറഞ്ഞു, ഈ രാജ്യം വെട്ടിമുറിക്കപ്പെടാൻ പാടില്ല. ചരിത്ര വിദ്യാർത്ഥിയായി എനിക്ക് ക്ലാസ് മുറിയിൽ ഇരിക്കുമ്പോൾ അറിയാം ഇന്ത്യ വിഭജിക്കപ്പെടുകയാണെന്ന്. ഞാൻ തെരുവിലേക്ക് ഇറങ്ങുന്നു. ഞാൻ ചരിത്രം നിർമ്മിക്കുന്ന തിരക്കിലാണെന്ന് ഞാനും എൻ്റെ കൂട്ടുകാരും. പിന്നെ പഠിക്കാം, ആദ്യം ചരിത്രം നിർമ്മിക്കട്ടെ, എന്നിട്ട് നമുക്ക് പഠിക്കാം. അവൾ മറ്റൊരു കാര്യം കൂടി കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ ലോകസഭാ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിയുടെ NDAക്ക് വോട്ട് ചെയ്ത വോട്ടർ കൂടിയാണ് ഞാൻ. നരേന്ദ്രമോദിയുടെ താളം തട്ടുന്നത് നോക്കൂ, ഇങ്ങനെയാണ്. നമ്മൾ ഉയർത്തുന്ന സമരങ്ങൾക്ക് മഹാമന്ത്രികമായ ഓരോ മുദ്രാവാക്യത്തിനും ഇവിടെ നമ്മൾ ഒരുമിച്ചിരിക്കുമ്പോൾ ആരെങ്കിലും കരുതുന്നുണ്ടോ ഇതുകൊണ്ടെന്ത് നേടുന്നുവെന്ന്? ഇതുകൊണ്ടെന്ത് നേടുന്നുവെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, ഇതുപോലെ ഈ രാജ്യത്തിന്റെ ഓരോ തെരുവിലും ക്ലാസ് മുറിയിലുമെല്ലാം വിദ്യാർത്ഥികളും ചെറുപ്പക്കാരും ആളുകളും വൃദ്ധരും വയോധികരുമെല്ലാം സ്ത്രീയും പുരുഷനുമെല്ലാം ഒരുമിച്ചിരുന്ന് ഇതുപോലെ മുദ്രാവാക്യം മുഴക്കുമ്പോൾ അത് വീണ്ടും വീണ്ടും ആയിരങ്ങളിലേക്ക് പടരുമ്പോൾ അഗ്നി പോലെ നാളെ ഒരിക്കൽ ഈ വിധ്വംസക ഭരണകൂടത്തെ തകർത്തെറിയാൻ കഴിയുന്ന വിധം അതൊരു ശക്തിയായി കത്തിപ്പടരും. ഒരു സംശയവും വേണ്ട, ഒരു സംശയവും വേണ്ട. നമ്മുടെ ആത്മവിശ്വാസം ചോർന്നു പോകേണ്ടതില്ല. RSSന് തെറ്റിയത് ഇതൊരു മതസമരമായി അവസാനിക്കുമെന്നാണ്. ഇന്നിതാ ഇതൊരു മതേതര സമരമായി ഉയരുന്നു. ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുകയാണ്. ഇവിടെ ഫാസിസം വന്നു കഴിഞ്ഞാൽ ഫാസിസത്തിന്റെ ചുവടുവയ്പ്പാണിതല്ല. ഫാസിസ്റ്റ് ഭരണക്രമത്തിലേക്ക് പൂർണ്ണമായി ചെന്ന് വീണാൽ ഞാൻ സുരക്ഷിതൻ എന്നൊരു ഭാഗമില്ല. ആദ്യം അവർ ജൂതന്മാർക്കു നേരെ ചെന്നു. ഞാൻ മിണ്ടിയില്ല, കാരണം ഞാൻ ജൂതനല്ലോ. പിന്നെ അവർ കമ്മ്യൂണിസ്റ്റുകളെ തേടി ചെന്നു. അപ്പോഴും ഞാൻ മിണ്ടിയില്ല, കാരണം ഞാൻ കമ്മ്യൂണിസ്റ്റ് അല്ലല്ലോ. പിന്നെ അവർ തൊഴിലാളികൾക്കു നേരെ ചെന്നു. അപ്പോഴും ഞാൻ മിണ്ടിയില്ല, കാരണം ഞാൻ തൊഴിലാളിയല്ലല്ലോ. പിന്നെ അവർ ക്രൈസ്തവരെ തേടി ചെന്നു. അപ്പോഴും ഞാൻ നിശബ്ദനായിരുന്നു, കാരണം ഞാൻ ക്രൈസ്തവനല്ലല്ലോ. ഒടുവിൽ ഒരു നാൾ അവർ എന്നെ തേടി വന്നു. അപ്പോൾ എനിക്ക് ചുറ്റിലും എനിക്ക് വേണ്ടി ശബ്ദിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. മാർട്ടിൻ നിമോയില്ലർ, ഹിറ്റ്ലറുടെ കാലത്ത് എഴുതിയതാണ്. ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഇന്ന് രാവിലെ 11 മണി സമയത്ത് ഞാൻ സന്ദർശിച്ച ഒരു സ്ഥലം പന്തളത്തായിരുന്നു. പന്തളത്ത് എന്തിനു പോയെന്നറിയുമോ നിങ്ങൾക്ക്? അഭിമാനത്തോടെ ഞാൻ പറയുന്നു, നിങ്ങളുടെ മുമ്പിൽ ഞാൻ സംസാരിച്ചിരിക്കുമ്പോഴും ഇതാ പന്തളത്ത് എന്റെ സംഘടനയിൽപ്പെട്ട DYFIയുടെ പ്രവർത്തകർ ഉറക്കമില്ലാതെ ഒരു കൺവെൻഷന് കാവൽ നിൽക്കുകയാണ്. ഫെബ്രുവരി 4 ആരംഭിക്കുന്ന ഒരു കൺവെൻഷന് കാവൽ നിൽക്കുകയാണ്. അവർ കാവൽ നിൽക്കുന്ന കൺവെൻഷൻ ഒരു പൊളിറ്റിക്കൽ കൺവെൻഷൻ അല്ല. അതിൽ വ്യത്യസ്ത മതക്കാരുണ്ട്. അവർ കൊടിയെടുത്ത് പിടിച്ച് വെള്ളവസ്ത്രമണിഞ്ഞ് അവിടെ കാവൽ നിൽക്കുന്നത് DYFIയുടെയോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെയോ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെയോ കൺവെൻഷൻ അല്ല, മറിച്ച് പെന്തക്കോസ്ത് സഭയുടെ ബൈബിൾ കൺവെൻഷനാണ്. അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ കൺവെൻഷൻ നടത്താൻ പോകുന്നു. എവിടെ? കേരളത്തിലാണ്, പന്തളത്താണ്. ആ പന്തളത്ത് നടത്താൻ പോകുന്ന കൺവെൻഷൻ നടക്കുന്ന പണി തുടങ്ങുമ്പോൾ കൺവെൻഷൻ സെന്ററിന്റെ നടുവിൽ RSSന്റെ കൊടി കൊണ്ടുവെക്കുന്നു. തുടരുത്, ഇവിടെ വരരുത്. ആ കൊണ്ടുവച്ച RSSന്റെ കൊടി ഇപ്പോഴവിടെ എവിടെയോ ഒരു പിടി ചാരമായി കിടപ്പുണ്ട്, ഒരു പിടി ചാരമായി കിടപ്പുണ്ട്. ഇനി അവിടെ അതുപോലൊരു കൊടിയുമായി കടന്നു വരാതിരിക്കാൻ രാപ്പകലില്ലാതെ ഇവിടെ ചെറുപ്പക്കാർ കാവൽ നിൽപ്പുണ്ട്. ഉശുരുള്ള കുട്ടികൾ കാവൽ നിൽപ്പുണ്ട്. അവിടെ സന്ദർശിച്ചിട്ടാണ് ഞാൻ വരുന്നത്. നോക്കൂ, ആരും സുരക്ഷിതരല്ല, ഒരാളും സുരക്ഷിതരല്ല. ഞാനിവിടെ സംസാരിച്ചു ബിൽക്കീസ് ബാനുവിനെ കുറിച്ച്, ഞാനിവിടെ സംസാരിച്ചു മുഹമ്മദ് അഖിലാഖിനെ കുറിച്ച്, നമുക്കറിയാവുന്ന കുത്തുബുദ്ദീൻ അൻസാരി, കൈകുപ്പി നിൽക്കുന്ന കുത്തുബുദ്ദീൻ അൻസാരി. പക്ഷെ ഈ പേരുകളെക്കാൾ മുമ്പ് ഇന്ത്യയിൽ ചുട്ടരിക്കപ്പെട്ടതാരായിരുന്നു? മറന്നു പോകുന്നു നമ്മൾ. മറവികളോടുള്ള ഓർമ്മകളുടെ കലാപമാണ് രാഷ്ട്രീയ പ്രവർത്തനമെന്ന് മിലൻ കുന്ദേര പറഞ്ഞിട്ടുണ്ട്. നോക്കൂ, എത്ര പെട്ടെന്നാണ് നമ്മൾ മറന്നു പോകുന്നത്. ഓർമ്മയില്ലേ? ഒരു രാത്രിയിൽ ഒരു വൈകുന്നേരത്ത് നമ്മൾ കേട്ട ഞെട്ടലോടെയുള്ള വാർത്ത, സുവിശേഷ പ്രസംഗത്തിന് വേണ്ടി വന്ന് മടങ്ങിപ്പോകുന്ന വഴിയിൽ ക്രൈസ്തവ പുരോഹിതനായ ഗ്രഹാം സ്റ്റുവർട്ട് സ്റ്റെയിൻസ് മക്കൾ ഫിലിപ്പ്, തിമോത്തി പിഞ്ചു കുഞ്ഞുങ്ങളായിരുന്നു, ചുട്ടുകൊല്ലപ്പെട്ടു. അവർ സഞ്ചരിച്ചിരുന്ന ഒമ്നി വാൻ തീയിട്ട് കത്തിച്ചു.
വെന്തുരുകുമ്പോൾ ബൈബിളും ഉണ്ടായിരുന്നു. കത്തിത്തീരാത്ത ബൈബിളിന്റെ അക്ഷരശകലങ്ങളിലൂടെ തിരിച്ചറിഞ്ഞു ബൈബിൾ നെഞ്ചോട് ചേർത്ത് വെച്ചാണ് പറയാത്രയായതെന്ന്. അന്ന് പലരും ചോദിച്ചു. ദുഷ്ടന്മാർ, ക്രൂരന്മാർ, RSSകാർ തീ കൊളുത്തി കൊല്ലുമ്പോൾ വാവിട്ട് നിലവിളിച്ചാൽ അറിയാ ആ പിഞ്ചു പൈതങ്ങളെയെങ്കിലും പപ്പയുടെ നെഞ്ചിൽ കെട്ടിപ്പിടിച്ച് അള്ളിപ്പിടിച്ച് കിടന്നയാ ഫിലിപ്പിനെയും തിമോത്തി എന്ന പിഞ്ചു കുഞ്ഞുങ്ങളെയെങ്കിലും പുറത്തേക്കൊന്ന് വലിച്ചെറിഞ്ഞുകൂടായിരുന്നോ? പാതി വെന്ത ശരീരമായി ഇന്നും അവർ ജീവിക്കുമായിരുന്നല്ലോ. എന്തിന് അവരുടെ ജീവൻ എടുത്തു എന്ന് ചോദിച്ചു. ആ ഗ്രഹാം സ്റ്റുവർട്ട് സ്റ്റെയിൻസിനെയും മക്കൾ ഫിലിപ്പിനെയും തിമോത്തിയെയും മറന്നു പോകരുത്. ഒറീസയിൽ ചുട്ടരിക്കപ്പെട്ട ക്രൈസ്തവ ആരാധനാലയങ്ങൾ മറന്നു പോകരുത്. സീറോ മലബാർ സഭയുടെ ഒരു സർക്കുലർ ഇപ്പൊ പുറത്തു വരുമ്പോ, സിനഡിന്റെ തീരുമാനം വരുമ്പോ അതൊക്കെ പെട്ടെന്ന് മറന്നുപോയോ എന്ന് ഡിവൈഎഫ്ഐ സംശയിക്കുകയാണ്. അങ്ങനെ മറക്കാറായോ? ഞാൻ സുരക്ഷിതനായിരിക്കും എന്നൊരു ചിന്ത ഒരാൾക്കും വേണ്ട. എന്താണ് RSSന്റെ ലക്ഷ്യം? മതരാഷ്ട്രം മാത്രമല്ല. RSS എന്താണ്? RSS ഒരാൾക്കൂട്ടമല്ല. RSS എന്താണ് ചെയ്യാൻ പോകുന്നത് എഴുതി വെച്ചിട്ടുണ്ട്. 2 ഗ്രന്ഥങ്ങൾ വായിച്ചാൽ മതി. ഒന്ന് നാം അഥവാ നമ്മുടെ ദേശീയത നിർവചിക്കപ്പെടുന്നു എന്ന പുസ്തകം, മറ്റൊന്ന് വിചാരധാര. അപകടം പിടിച്ചത് നാം അഥവാ നമ്മുടെ ദേശീയത നിർവചിക്കപ്പെടുന്നു. ദേശീയത, പൗരത്വം നിർവചിക്കുന്നത് ആ പുസ്തകത്തിലാണ്. അത് നടപ്പിലാക്കാൻ ഇറങ്ങി പുറപ്പെട്ട സെക്രട്ടറിയാണ് RSS. അതിനെ വില കുറച്ച് കാണരുത്. 1924 പിറവിയെടുത്ത RSS 2024 NRC പൗരത്വ പട്ടിക നടപ്പിലാക്കുമെന്ന് പറയുമ്പോൾ വെറുതെ പറഞ്ഞിട്ട് പോവാണെന്ന് കരുതുക. വെറുതെ എന്തോ നെഞ്ചിത്തട്ടി പറയാണെന്ന് തോന്നരുത്. അതങ്ങ് പറയാണ്. അവർ എഴുതി വെച്ചിരിക്കാണ്. അത് വായിച്ചോക്കെ.